തൊഴിൽ തട്ടിപ്പിന് ഇരയായ കോഴിക്കോട് സ്വദേശി കമ്പോടിയിൽ കുടുങ്ങി. പേരാമ്പ്ര കൂത്താളി സ്വദേശി രാജീവനാണ് മാസങ്ങളായി അവിടെ കുടുങ്ങിയത്. കുടുംബത്തിന്റെ പരാതിയിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അഭിജിത്ത് മുഴക്കുന്നിപ്പോൾ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, അദ്ദേഹം എങ്ങനെയാണ് അവിടെ എത്തപ്പെട്ടത്? ആരാണ് ഈ തട്ടിപ്പിന് പിന്നിൽ? അഭിജിത്ത്. ഉന്മേഷ്, ഇക്കഴിഞ്ഞ ജൂണിലാണ് തായ്ലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഒരു സംഘം ഈ പേരാമ്പ്ര സ്വദേശിയായ രാജീവനെ സമീപിക്കുന്നത്. തുടർന്ന് ഇവർക്ക് 1.84 ലക്ഷം രൂപ നൽകി രാജീവൻ തായ്ലൻഡിലേക്ക് എന്ന് കരുതി യാത്ര തിരിച്ചു. പക്ഷേ ഈ സംഘം രാജീവനെ കൊണ്ടുപോയത് കംബോഡിയയിലേക്കാണ്. അവിടെ എത്തിയപ്പോഴാണ് ഇത് ഒരു ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു ജോലിയാണ് തനിക്ക് ചെയ്യേണ്ടത് എന്ന് രാജീവൻ തിരിച്ചറിഞ്ഞത്. പിന്നാലെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിനിടയിലാണ് ഇദ്ദേഹം പോലീസിൻ്റെ പിടിയിലാകുന്നത്. പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ പോലീസ് അവിടെ പിടിച്ചു വെക്കുകയും ചെയ്തു. ഈ മാസം നവംബർ 14-ന് രാജീവൻ കുടുംബവുമായി സംസാരിച്ചിരുന്നു. താൻ അവശനാണ്, തനിക്ക് ചിക്കൻ പോക്സ് ഉൾപ്പെടെ പിടിപെട്ടിട്ടുണ്ട്, താൻ ജയിലിൽ അവശനിലയിൽ കഴിയുകയാണ്, തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് രാജീവൻ നടത്തിയത്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഒപ്പം ഇന്ത്യൻ എംബസിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ രാജീവനെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കണമെന്നൊരാവശ്യമാണ് കുടുംബത്തിനുള്ളത്. ഈ ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഈ വഞ്ചിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ നിലവിൽ പെരുവണ്ണാമൊഴി പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുരളി, ജോജി എന്നിവരുടെ പേരിലാണ് കേസെടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജീവൻ മാത്രമല്ല, കൂടുതൽ മലയാളികൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരെ കൂടി നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്നുള്ളൊരു ആവശ്യം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ശരി അഭിജിത്ത്, ഈ വിഷയത്തിൽ ഒരു പ്രതികരണം കൂടി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്, അതിലേക്ക് കൂടി. മാസമായി പച്ച മിസ്സിംഗ് ആയിട്ട് എല്ലാ അധികാരികൾക്കും ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. എംപിക്കും MLAയ്ക്കും മുഖ്യമന്ത്രിക്കും പിന്നെ പ്രധാനമന്ത്രിക്കും ഒക്കെ ഇമെയിൽ വഴിയും ലെറ്റർ വഴിയൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അച്ഛൻ്റെ യാതൊരു വിവരവും ഇല്ല. അതിനുശേഷം സെപ്റ്റംബർ മാസത്തിൽ തന്നെ അച്ഛൻ ഉള്ള സ്ഥലത്തു നിന്ന് ഒരു മലയാളി ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവർ റൂമിൽ നിന്ന് കൊണ്ടുപോയാന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വിട്ടതിന് ശേഷം അവിടുന്ന് ഇവർ പിന്നെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഈ 2 മാസത്തിൽ ഈ 14-ാം തീയതിയാണ് അച്ഛൻ എന്നെ വിളിക്കുന്നത്. എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അച്ഛന് മരണം വരെ സംഭവിക്കുമെന്നാണ് പറഞ്ഞത്. അച്ഛൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. കേരള ബാങ്കിൽ ലോണുണ്ട്. ഇപ്പോൾ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. ഈ അച്ഛനെ കാണാണ്ടായതിനു ശേഷം 2 മാസത്തോളമായിട്ട് ലോൺ അടച്ചിട്ടില്ല. ഇങ്ങനെയെങ്കിലും എല്ലാ അധികാരികളും ബന്ധപ്പെട്ടിട്ട് എൻ്റെ അച്ഛനെ അവിടുന്ന് രക്ഷിക്കണം. രാജീവന്റെ മകളുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്.